SNDP യൂണിയൻ നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദൂര ദർശന പഠനത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് ശ്രീമതി ജയലക്ഷ്മി ഷിജു കുമരകം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ത്രികാലജ്ഞാനിയായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ശ്രീനാരായണ സ്മൃതി അഥവാ ശ്രീനാരായണ ധർമ്മം. ഭാരതത്തില് അനേകം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊക്കെയും കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സ്മൃതി ഗ്രന്ഥമാണ് ശ്രീനാരായണ ഭഗവാൻ നമുക്കായിട്ട് തന്ന ഈ ശ്രീനാരായണ ധർമ്മം. ഇതിലെ 10 സർഗങ്ങളാണുള്ളതെന്ന് നമ്മൾ പല പ്രാവശ്യമായി കേട്ട് കഴിഞ്ഞു. ആ 10 സർഗങ്ങളിൽ 9 സർഗങ്ങളും നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് നമ്മൾ ഇതിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 4 മാസക്കാലം നമ്മൾ ഈ ശ്രീനാരായണ ധർമ്മത്തിന്റെ 9 സർഗങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശ്രീനാരായണ ധർമ്മത്തിന്റെ 10-ാമത്തെ സർഗം, അവസാനത്തെ അധ്യായമാണ് നമുക്കിന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ക്ലാസ് നയിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ വിദൂര ദർശന പഠനത്തിന്റെ എല്ലാമായ സ്മിത പ്രശാന്ത് അവറുകളാണ്. സ്മിതയെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ക്ലാസ് ജഗദ്വാണി ഗുരുവാര പാഠശാല വിദൂരദർശന പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ജഗദ്വാണി ഗുരുവാര പാഠശാലയുടെ എല്ലാ കാര്യങ്ങളും പിന്നിൽ നിന്ന് ചെയ്യുന്നത് സ്മിത പ്രശാന്ത് അവറുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടിയും ഔപചാരികതയുടെ പേരിൽ പരിചയപ്പെടുത്തുകയാണ്. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും പ്രഭാഷകയും ശ്രീനാരായണ ധർമ്മ പ്രചാരകയും ഒക്കെയായ സ്മിത പ്രശാന്തിനെ ഈ ക്ലാസ് എടുക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ സ്മിത. നമസ്തേ, എല്ലാവർക്കും നമസ്തേ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ. നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ഏറ്റവും ബഹുമാന്യനായ ചെയർമാൻ ശ്രീ AB പ്രസാദ് കുമാർ സാർ, കൺവീനർ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, പഠന കേന്ദ്രത്തിന്റെ സീനിയർ അധ്യാപകര്, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസഹോദരങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരു നമുക്ക് അരുളി ചെയ്തു തന്നിട്ടുള്ള നാരായണ സ്മൃതി അഥവാ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഈ ഗ്രന്ഥമാണ് സുധ ടീച്ചർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 7-ാം തീയതി മുതൽ ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ക്ലാസ്സുകളിലായിട്ട് പല സർഗങ്ങൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ അവസാന സർഗമായ സന്യാസം എന്ന് പറയുന്ന സർഗമാണ് നമ്മൾ പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇന്ന് ഞങ്ങളുടെ ഇവിടെ അതിശക്തമായ മഴയും കാറ്റും മിന്നലും ഒക്കെ ഉള്ളത് കൊണ്ട് വൈകുന്നേരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി പവറിന് ചെറിയ പ്രശ്നമുണ്ട്. ഇൻവേർട്ടർ കേടായിരിക്കുകയാണ്. ഇപ്പോൾ KSEB ലൈനിന്റെ ഇതിലാണ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത്.
എന്തെങ്കിലും കാരണവശാൽ വൈദ്യുതി ഒരു തടസ്സം ഉണ്ടാകുകയാണെങ്കിൽ ക്ലാസ് അവിടെ വെച്ച് അവസാനിപ്പിച്ച് അടുത്ത ആഴ്ച അത് തുടർന്നെടുക്കുന്നതായിരിക്കും. ക്ലാസ് പൂർണ്ണമായും എടുക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സന്യാസം എന്ന് പറയുന്ന ഈ സർഗത്തിലേക്ക് തുടങ്ങാം. അപ്പോൾ മഹാഗുരു ശിഷ്യർക്ക് അരുളി ചെയ്തു കൊടുത്ത അറിവുകളാണ് ശ്രീനാരായണ ധർമ്മം എന്ന പേരില് പിന്നീട് നമ്മൾ അറിയപ്പെട്ടത്. അതിൽ ഒന്നാമത്തെ സർഗത്തിലും രണ്ടാമത്തെ സർഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ ധർമാധർമ്മ വിവേചനം, അത് കഴിഞ്ഞ് ബാലോപചാരണം, സൂതകം, ഗാർഹസ്ഥ്യം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, പഞ്ചമഹായജ്ഞങ്ങൾ, അപരക്രിയ, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നു. അതിനുശേഷം ശിഷ്യന്മാര് ഭഗവാനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാൻ, അപ്പൊ അതിനകത്ത് പറയുന്ന ഒന്ന് രണ്ട് വാക്കുകളുണ്ട്. ഭഗവാനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: കാരുണ്യമൂർത്തിയും തത്വാർത്ഥ പ്രകാശകനും അദ്വൈത തത്വജ്ഞാനികൾ ശ്രേഷ്ഠനും ആനന്ദ സ്വരൂപനുമായ ഭഗവാനെ, കരുണാമൂർത്തിയായ ഭഗവാനെ, തത്വാർത്ഥ പ്രകാശകനും അദ്വൈത തത്വജ്ഞാനികൾ ശ്രേഷ്ഠനും ആനന്ദ സ്വരൂപനുമായ ഭഗവാനെ, അവിടുന്ന് ഈ ഉപദേശിച്ച മരണാനന്തര ചടങ്ങുകളുടെ ശൗചാദി കർമ്മങ്ങളെല്ലാം ഞങ്ങൾ സശ്രദ്ധം ശ്രവിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് സന്യാസ ആശ്രമധർമ്മങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സത്യദർശിയായ അങ്ങ് നിത്യനിർവാണ പ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന അവയെ അറിയിച്ചു തന്നാണ്. അപ്പോൾ അവിടെ പറയുന്നത് സത്യദർശിയായ ഭഗവാൻ നിർവാണ പ്രാപ്തിക്ക് കാരണമായ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ ഒരു തപസ്വിയായിരുന്നു. വളരെ ചെറുപ്പകാലം മുതലേ തൻ്റെ ഉള്ളില് തിങ്ങി വിങ്ങി നിന്നിരുന്ന ആ സത്യാന്വേഷണ തൽപരതയാൽ തെക്കേ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് ധാരാളം പുണ്യസങ്കേതങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഭഗവാൻ അവസാനം എത്തിച്ചേർന്നത് മരുത്വാമലയിലെ ഗുഹയുടെ ഉള്ളിലാണ്. തൻ്റെ ഉള്ളിലുള്ള ആ ജിജ്ഞാസയുടെ തപം ഭഗവാനെ കൊണ്ടെത്തിച്ചത് മരുത്വാമലയിലും പിന്നീട് അവിടുന്ന് അരുവിപ്പുറത്തേക്കൊക്കെയാണ്. ആ തപസ്സിന്റെ ഫലപ്രാപ്തി ഭഗവാൻ ഒരു ഋഷിയാക്കി മാറ്റി. ഗുരുവിന്റെ ആ തുടർന്നുള്ള ജീവിതം എന്ന് പറയുന്നത് ആ ജ്ഞാനഭൂമികയുടെ ഗിരിശൃംഗത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ജ്ഞാനത്തിന്റെ ആ ഗിരിശൃംഗത്തിൽ നിന്നിരുന്ന ഭഗവാൻ തൻ്റെ ആത്മതപസ് ബലി ചെയ്തിട്ട് അന്യർക്ക് ഗുണം ചെയ്യുന്നതിനായിട്ട് ജ്ഞാനത്തിന്റെ ഗിരിശൃംഗങ്ങളിൽ നിന്ന് സമൂഹത്തിന്റെ സമതലങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അതാണ് മറ്റൊരു സന്യാസി ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഗുരുവിനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരെ ഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കി ഏറ്റവും ഉന്നത ശൃംഗത്തിൽ നിൽക്കുന്നതായി ഗുരുവിനെ മാറ്റുന്നത് മനുഷ്യ നന്മയ്ക്കായി, അല്ലെങ്കിൽ തൻ്റെ ആത്മതപസ് അന്യർക്ക് ഗുണം ചെയ്യുന്നതിനായി ഗുരു ചെയ്തു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഋഷി ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ ഋഷി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം? ഋഷി എന്ന് പറഞ്ഞാൽ കണ്ടവൻ എന്നാണ് അർത്ഥം. എന്ത് കണ്ടു? സത്യത്തെ കണ്ടു. എന്തിനെ സംബന്ധിക്കുന്ന സത്യമാണ്? ഈ ലോകത്തെയും നമ്മൾ കാണുകയും ഇടപെടുകയും ചെയ്യുന്ന ഈ ലോകത്തെയും അതിനെ സംബന്ധിക്കുന്ന ആത്യന്തികമായ സത്യം. അപ്പൊ നമ്മളുടെ ഈ ലോകം നാം ഇടപെടുകയും നാം കാണുകയും ഒക്കെ ചെയ്യുന്ന ആത്യന്തികമായ ഈ ലോകത്തെ സംബന്ധിക്കുന്ന സത്യമാണ് ഗുരു കണ്ടെത്തിയത്. ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഇങ്ങനെ കണ്ടെത്തിയ സത്യത്തെ വാഗ്മയ രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് പുരാതനമായ ഋഷിമാര്. ഈ സത്യത്തെ ദേവതകളായിട്ട് കാവ്യാത്മ ഭാവനകളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഋഷിമാരുണ്ട്. അവരെ വേദമന്ത്ര രചയിതാക്കൾ എന്നാണ് പറയാറ്. എന്നാൽ ദേവതാ സ്വരൂപം കൈവിടിഞ്ഞ്
സത്യരൂപം നേരിട്ട് വാഗ്മയമായി അവതരിപ്പിച്ചവരാണ് ഉപനിഷത്ത് ഋഷിമാർ. ഈ ഉപനിഷത്ത് ഋഷിമാര് പിൻപറ്റി ഭാരതത്തിൽ രൂപം കൊണ്ട ആ ചിന്താലോകത്തെയാണ് വേദാന്തം എന്ന് പറയുന്നത്. ഈ ഉപനിഷത്ത് ഋഷിമാർ ദർശിച്ച സത്യദർശനം, ആ സത്യ രഹസ്യം തന്നെയാണ് ആധുനിക യുഗത്തിലെ ഋഷീശ്വരനായ ശ്രീനാരായണ ഗുരുദേവനും ദർശിച്ചത്. ആത്മോപദേശ ശതകത്തിലെ 14-ാമത്തെ ശ്ലോകത്തിലെ ഗുരു പറയുന്നുണ്ട്, ഉപനിഷത്ത് ഉക്തിരഹസ്യമോർത്തിരേണം. അങ്ങനെയുള്ള ഉപനിഷത്ത് ഋഷിമാരിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു ഋഷി തന്റെ സത്യദർശനം എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചത് കൊണ്ട് ഗുരുവാകണം എന്ന് നിർബന്ധമില്ല. ഋഷി ഒരു ഗുരുവായി തീരുന്നത് ഗുരുവിന് ഒരു ശിഷ്യനെങ്കിലും ഉണ്ടാകുമ്പോഴാണ്. ഒരു പുരുഷന് പുരുഷത്വമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആ പുരുഷൻ പിതാവായി തീരുന്നില്ല, മറിച്ച് മകനോ മകളോ ഉണ്ടാകുമ്പോഴാണ് പിതാവായി തീരുന്നത്. ഒരു പുരുഷൻ പിതാവായി തീരുന്നത് എന്ന് പറഞ്ഞതുപോലെ മക്കളായി തീരുന്നത് പിതാവ് ഉണ്ടാകുമ്പോഴാണ്. അതുപോലെ ഒരു ഗുരുവായി തീരുന്നത് ഗുരുവിന് ശിഷ്യനുണ്ടാകുമ്പോഴാണ്. ഒന്നില്ലാതെ മറ്റൊന്നില്ല. അതുപോലുള്ള ഒരു പാരസ്പര്യ ബന്ധമാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ളത്. അവിടെ വിദ്യാഭ്യാസമോ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമല്ല. അന്നത്തെ കാലത്ത് അധസ്കൃത വർഗമെന്ന് കരുതപ്പോന്നിരുന്ന ശ്രീനാരായണ ഗുരു ജന്മം കൊണ്ട കുലത്തില് അന്ന് അധകൃതരായിട്ടാണ് കരുതി പോന്നിരുന്നത്. പക്ഷേ ഗുരുവിന്റെ ഉള്ളിലെ ഗുരുത്വം തിരിച്ചറിഞ്ഞ് ഗുരുവിന്റെ പ്രഥമ ശിഷ്യനായി തീരാൻ ഭാഗ്യം സിദ്ധിച്ചത് അരുവിപ്പുറത്തെ കൊച്ചപ്പി പിള്ളയാണ്. അദ്ദേഹമാണ് പിൽക്കാലത്ത് ശിവലിംഗദാസ സ്വാമികൾ എന്ന പേരിൽ പ്രസിദ്ധനായത്. രണ്ടാമതായി എത്തിയത് നാവായിക്കുളത്തെ നാരായണ പിള്ളയായിരുന്നു. ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. ഈ രണ്ട് ശിഷ്യന്മാർക്കാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഉപനിഷത്ത് എന്ന് പറയാവുന്നതും ഗുരുദേവ കൃതികൾ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടവുമായ ആത്മോപദേശ ശതകം എഴുതിയെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടായത്. പിന്നീട് വന്ന പല ശിഷ്യന്മാരും, സന്യാസ ശിഷ്യന്മാരിൽ പലരും ഉന്നത കുലജാതരും ഒക്കെ ആയിരുന്നു. അക്കാലത്ത് അവർക്കാർക്കും ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ദർശിച്ചത് ഗുരുവിലെ ഗുരുത്വത്തെയാണ്. പിന്നീട് വന്ന ആത്മാനന്ദ സ്വാമികള്, ധർമ്മതീർത്ഥ സ്വാമികള്, ആനന്ദതീർത്ഥ സ്വാമികള്, ഇവരെല്ലാവരും ഉയർന്ന ഗുരുത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു. അപ്പോൾ ഗുരുവിന്റെ ഗുരുത്വത്തെ മഹത്വം വിളിച്ചോതുന്നവയാണ് ഈ ഗുരുവിന്റെ ശിഷ്യ പരമ്പര എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഗുരുവിനോട് പറയുന്നുണ്ട്, സത്യദർശിയായ അങ്ങ് നിർവാണ പ്രാപ്തിക്ക് കാരണമായിരിക്കുന്നവയെ അറിയിച്ചു തന്നാൽ. ഗുരു എന്ന് പറയുന്നത് അജ്ഞതയാകുന്ന അന്ധകാരത്തെ മാറ്റി ജ്ഞാനമാകുന്ന അറിവിനെ പ്രദാനം ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ അദ്വൈതദർശിയായ മഹാഗുരു, നമ്മൾക്കറിയാം അദ്വൈത മത സ്ഥാപകൻ എന്നാണ് ശങ്കരാചാര്യര് അറിയപ്പെടുന്നത്. ഭാരതത്തില് ബാദരായണ മഹർഷി രചിച്ച വേദാന്ത സൂത്രമാണ് മീമാംസയായി വേദാന്തം പഠിക്കുന്നവർക്കുള്ള പ്രമാണ ഗ്രന്ഥം. അതിന് ഭാഷ്യം എഴുതിയാണ് ശങ്കരാചാര്യർ അദ്വൈത മതം സ്ഥാപിച്ചത്. പിന്നീട് വന്ന പല ആചാര്യന്മാരും ബാദരായണൻ എഴുതിയ ആ വേദാന്ത സൂത്രത്തിന് ഭാഷ്യം എഴുതുകയുണ്ടായി. അങ്ങനെ പല പല ഭാഷ്യങ്ങൾ വന്നു. അവരെല്ലാവരും പറയുന്നു, താങ്കൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ബാദരായണ മഹർഷി പറഞ്ഞിരിക്കുന്നത് എന്നാണ്. പിൽക്കാലത്ത് വരുന്ന
യുവ ആളുകൾക്ക് ഇതിലേതാണ് സത്യം എന്ന് വിശ്വസിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. പക്ഷേ മഹാഗുരു എന്താണ് ചെയ്തത്? ഗുരു ഒന്നിനും ഭാഷ്യം എഴുതിയിട്ടില്ല. വേദാന്ത സൂത്രത്തിന് ഗുരു ഒരു വ്യാഖ്യാനം എഴുതിയിരുന്നെങ്കിൽ അതൊരു പുതിയൊരു വേദാന്ത. പക്ഷെ ഗുരു എന്താണ് ചെയ്തത്? ഇത്തരം വ്യാഖ്യാന ഭേദങ്ങൾക്കൊന്നും ഇട നൽകാതെ പുതിയൊരു വേദാന്ത സൂത്രം രചിക്കുകയാണ് ഗുരു ചെയ്തത്. അതിപുരാതനമായ ബാദരായണന് ശേഷം വേദാന്ത സിദ്ധാന്തം സൂത്രരൂപത്തിൽ ആദ്യ ഗുരുദേവനാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ആധുനിക യുഗത്തിലെ ബാദരായണൻ എന്ന് നമുക്ക് ഭഗവാനെ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ശങ്കരാചാര്യർ ഒരു അദ്വൈതവാദിയായിരുന്നെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈത ദർശിയായിരുന്നു. ഒരു ശ്രേഷ്ഠനായ ഗുരുവിനെയാണ്, അങ്ങനെയാണ് ഗുരുവിനെ ഇവിടെ ശിഷ്യന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗുരുവിൽ നിന്ന് ഗുരു എന്താണ് ഇത്രയും കാലം ഈ 9 സർഗങ്ങൾ നമ്മൾ പഠിച്ചത് നമ്മൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, അല്ലെ ഈ ലോകർക്ക് വേണ്ടി എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ സർഗത്തിന് ഗുരു തന്റെ ജീവിതത്തിലൂടെ അത് നമ്മൾക്ക് കാണിച്ചു തരികയും കൂടെയാണ് ചെയ്യുന്നത്. ഒരു സന്യാസിയായി ഗുരു തന്റെ ജീവിതം ഇതിലൂടെ നമുക്ക് സന്യാസിമാർ എങ്ങനെയാവണം, സന്യാസ ആശ്രമം എങ്ങനെയാവണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ അത് തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു തരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഇതിലെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഗുരു പറയുകയാണ്, ശൈശവത്തിൽ നിന്ന് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് ഗൃഹസ്ഥാശ്രമത്തെ പ്രാപിക്കുന്നവനും ഓരോ ദശയിലും ധർമ്മം കൈക്കൊണ്ട് ശാന്തനായി ഇരിക്കുന്നവനുമായ പുരുഷൻ ഒടുവിൽ സന്യസിക്കണം. അപ്പൊ നമ്മുടെ ശൈശവത്തില് ബ്രഹ്മചര്യാവ്രതം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ശൈശവത്തിൽ ബ്രഹ്മചര്യാവ്രതമാണ് നമ്മൾ അനുഷ്ഠിക്കുക. ധർമ്മം കൈക്കൊണ്ട് ശാന്തനായിരിക്കുന്നവനുമായ പുരുഷൻ ഒടുവിൽ സന്യസിക്കണം. അതായത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, ആശ്രമധർമ്മങ്ങളിൽ നമ്മൾ 4 ധർമ്മങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ 3 എണ്ണമാണ് പ്രധാനമായി പറയുന്നത്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യത്തിലും നമ്മുടെ ധർമ്മങ്ങളൊക്കെ വേണ്ടും വിധം അനുഷ്ഠിച്ചു വന്ന് ഒരുവന് പിന്നീട് സന്യാസ ആശ്രമത്തിലേക്ക് പോകാവുന്നതാണ്. സകലത്തിനെ പരിത്യജിക്കുന്നതിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത സന്യാസ ആശ്രമത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നു. അതായത് ഈ ലോക ജീവിതത്തിന് സകലം എപ്പോഴും അലങ്കാരമായിരിക്കുന്നതും അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിലെ അടിസ്ഥാനമായിരിക്കുന്ന ബന്ധങ്ങളിൽ നിന്നുള്ള വിമുക്തിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കടുത്ത ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ബന്ധങ്ങളിൽ നിന്ന് വിമുക്തി നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ വൈരാഗ്യം എന്ന് പറയുന്നത് ശത്രുതയല്ല, മറിച്ച് എല്ലാത്തിനെയും മറികടക്കുവാനുള്ള ഒരു ഭാവം. ശമം, ദമം, ഉപരതി, ത്രിദിക്ഷ, ശ്രദ്ധ, സമാധാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എല്ലാത്തിനെയും എല്ലാ രാഗങ്ങളെയും നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുന്നതിന് മാത്രമാണ് സന്യാസ ആശ്രമത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധങ്ങളിൽ നിന്ന് വിമുക്തി നേടി സന്യാസ ആശ്രമത്തിലേക്ക് സാധിക്കുന്നത്. നമ്മൾ ധർമ്മ വിവേകം പകർന്നു തരുന്ന വേദങ്ങളെ അധ്യയനം ചെയ്യുന്നതിലൂടെ അങ്ങനെ അധ്യയനം ചെയ്യുന്നതിലൂടെ നമുക്ക് ഗുരുക്കന്മാരോടുള്ള നമ്മുടെ കടങ്ങൾ നമുക്ക് വീട്ടുവാനായിട്ട് സാധിക്കും. യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ദേവന്മാരോടുള്ള കടങ്ങൾ നമുക്ക് വീട്ടുവാൻ സാധിക്കും. അതുപോലെ ഉത്തമ സന്താനങ്ങൾക്ക് ജന്മങ്ങൾക്ക് സാധ്യമാവുന്നുണ്ട്. ഇങ്ങനെ കടം വീട്ടി ബന്ധാശ്രമത്തിലേക്ക് പ്രവേശിക്കണം. അത്തരക്കാർ സന്യസിച്ച് മാത്രമേ ഉള്ളൂ സന്യാസ ജീവിതത്തിന് മേന്മയോ മഹത്വമോ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇതിന് വേറൊരു വശം കൂടി പറയുന്നുണ്ട്. സംയമികളിൽ ശ്രേഷ്ഠരായ അപൂർവ പ്രതിഭകൾ
അതായത് സംയമികളിൽ ശ്രേഷ്ഠരായ അപൂർവ പ്രതിഭകൾക്ക് ബ്രഹ്മചര്യ വ്രതത്തിൽ നിന്ന് നേരിട്ട് തന്നെ സന്യാശ്രമത്തിലേക്ക് പോകാൻ സാധിക്കും. മറ്റുള്ള ആളുകൾക്ക് ഈ പറയുന്ന ബ്രഹ്മയജ്ഞവും ദേവയജ്ഞവും പിതൃയജ്ഞവും ഒക്കെ സന്യാസം ആശ്രമത്തിലേക്ക് പോകേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞു പുരുഷന് സന്യാസ ആശ്രമത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ശാന്തിദായകമായ സാധനാദികൾ അനുഷ്ഠിക്കുന്നവളും നിത്യാനിത്യ വിവേകം ഉറച്ചിട്ടുള്ളവരും വിരക്തി വന്നു ചേർന്നിട്ടുള്ളവളുമായ സ്ത്രീ പുരുഷനെ പോലെ തന്നെ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ അർഹതയുള്ളവളാണ്. അപ്പൊ പുരുഷനെ പോലെ തന്നെ സ്ത്രീകൾക്കും സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയുള്ളവളാണ്? ശാന്തിദായകമായ സാധനാദികൾ അനുഷ്ഠിക്കുന്നവളും നിത്യാനിത്യ വിവേകം ഉറച്ചിട്ടുള്ളവളും വിരക്തി വന്നു ചേർന്നിട്ടുള്ളവളുമായ സ്ത്രീകൾ. നമ്മൾ പുരാണത്തിലൊരു കഥാപാത്രത്തെ നമ്മൾ പറയുന്നുണ്ട്, മൈത്രേയി എന്ന് പറയുന്ന കഥാപാത്രം. ജനക മഹാരാജാവിന്റെ ഉപദേശകനായിരുന്ന യാജ്ഞവൽക്കന്റെ ദ്വിതീയ പത്നിയായിരുന്നു മൈത്രേയി. അപ്പോൾ പ്രാചീന ഭാരതത്തിലെ വളരെ തിളക്കമേറിയ ഒരു വിദുഷിയാണ് മൈത്രേയി. ഗൃഹസ്ഥാശ്രമം വിട്ട് അതിനുപരിയായിട്ടുള്ള സന്യാസ ആശ്രമത്തിലേക്ക് യാജ്ഞവൽക്കൻ പ്രവേശിക്കുമ്പോൾ യാജ്ഞവൽക്കൻ കരുതുന്നുണ്ട് തന്റെ ധനസമ്പത്ത് എല്ലാം തന്നെ തന്റെ 2 ഭാര്യമാർക്കുമായി വീതം വെച്ച് നൽകണമെന്ന്. അപ്പോൾ അങ്ങനെ തന്റെ ഭാര്യമാർക്ക് തന്റെ സ്വത്തുക്കളെല്ലാം വീതം വെച്ച് നൽകാൻ തീരുമാനിച്ചപ്പോൾ ഇതറിഞ്ഞ മൈത്രേയി ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാൻ, അങ്ങയുടെ സ്വത്തുക്കളൊക്കെ ലഭിക്കുന്നതിലൂടെ എനിക്ക് ഈ ഭൂമി മുഴുവനും വേണമെങ്കിൽ സ്വന്തമാക്കാൻ സാധിക്കും. പക്ഷേ എനിക്ക് അമരത്വം ലഭിക്കുമോ, അമൃതത്വം ലഭിക്കുമോ? അപ്പോൾ യാജ്ഞവൽക്കൻ പറയുന്നുണ്ട്, ഏതൊരു ധനവാൻ ധനസമ്പത്ത് കൊണ്ട് എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ നിനക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ അമൃതത്തിലേക്ക് എത്താൻ ആശ ഒരിക്കലും വെച്ച് പുലർത്തേണ്ടതില്ല. അപ്പോൾ മൈത്രേയി പറയുകയാണ്, ഏതൊന്നിനാൽ അമൃതത്വം പ്രാപ്യമല്ലയോ, അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് എന്ത് ചെയ്യും? അങ്ങേക്ക് അറിയാവുന്ന അമൃതത്വം പ്രാപിക്കാനുള്ള വിദ്യ എനിക്ക് ഉപദേശിച്ചു തന്നാലും. അപ്പൊ ലോകത്തിലെ മുഴുവൻ സമ്പത്തിന്റെ ഉടമയായാൽ പോലും അതുകൊണ്ട് പ്രാപ്തമാകാത്തതാണ് അമൃതത്വം എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ് എന്ന യേശുദേവന്റെ വചനവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശാന്തിദായകമായ സാധനാദികൾ അനുഷ്ഠിച്ച് നിത്യാനിത്യ വിവേകം ഉറപ്പിച്ചിട്ടുള്ള സ്ത്രീകൾക്കും സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പിന്നെ വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നത്, ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വൈരാഗ്യ നിമിത്തം സന്യസിക്കുന്നതിനാൽ അപേക്ഷിച്ചാൽ കാലഗണന കൂടാതെ ആചാര്യർ അവനെ സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അതായത് ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് തന്റെ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു വരുന്ന ഒരുവനാണെങ്കിൽ അവനെ അതിന്റെ രീതികൾ അനുസരിച്ച് സന്യാസ ആശ്രമത്തിലേക്ക് ആചാര്യൻ പ്രവേശിപ്പിക്കണം. എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ പ്രതിസന്ധിയോ ഭയമോ ദുഃഖയോ ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തില് പെട്ടെന്ന് വൈരാഗ്യം ഉദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പെട്ടെന്നുണ്ടാകുന്ന രാഗവിദ്വേഷങ്ങളുടെ ഫലമായി എനിക്ക് ജീവിതത്തോട് വിരക്തി തോന്നുകയാണ്, ഞാൻ എന്നാൽ ഇനി സന്യസിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സന്യാസ ആശ്രമത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയില്ല. താൽക്കാലിക മാറ്റം കൊണ്ട്, താൽക്കാലിക സ്ഥിതി മാറ്റം കൊണ്ടുണ്ട് മനസ്സിലുണ്ടാകുന്ന ആ ചഞ്ചലമായ അവസ്ഥയിൽ ഞാൻ ഇനി ജീവിതം ഇവിടെ കൊണ്ട് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കുകയാണ്, ഞാൻ വീണ്ടും സന്യാസാശ്രമത്തിലേക്ക് പോവുകയാണ്, അങ്ങനെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് പാടില്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം, അഹങ്കാരം തുടങ്ങിയ മനോദോഷങ്ങൾ നീങ്ങിയവനും ശുദ്ധശീലങ്ങളിൽ പ്രതിഷ്ഠിതനായവനും
അടക്കമുള്ളവന് സത്യവാനുമാണ് കാഷായ വസ്ത്രധാരണത്തിന് അനുയോജ്യനായിട്ടുള്ളവന്. ഇത്തരക്കാരുടെ കാഷായ വസ്ത്രത്തിലെ സന്യാസാശ്രമം സ്വീകരിക്കാനായിട്ട് ഉള്ള അതിന് പ്രാപ്യമായിട്ടുള്ള അതിന് അനുയോജ്യരായിട്ടുള്ളവരുടെ പ്രായമോ കുലമോ സ്ഥാനമാനമോ ഒന്നും നോക്കാതെ തന്നെ അവർക്ക് സന്യാസ ദീക്ഷ നൽകി ആചാര്യൻ കൂടിയായ ഗുരു അവരെ അനുഗ്രഹിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുവന് സന്യാസ ആശ്രമത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവൻ തന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മങ്ങളും കർമ്മങ്ങളും ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ്, ബന്ധവിമുക്തിയൊക്കെ വരുത്തിയതിനു ശേഷമാണ് സന്യാസ ആശ്രമത്തിലേക്ക് പോകേണ്ടത്. അതുപോലെ ആചാര്യന്റെ അനുമതി ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചഞ്ചലചിത്തനായ ഒരാളും അക്ഷമനായി സന്യാസത്തിലേക്ക് പ്രവേശിക്കുവാൻ പാടില്ല. ഇപ്പോൾ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, അവർക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ അതിലൊന്നും അവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നില്ല. മക്കളെ കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെ രോഗം കൊണ്ടുള്ള അവസ്ഥയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു, കർമ്മ മേഖലകളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടം വെച്ച് അവസാനിപ്പിച്ച് എനിക്കിനി ഈശ്വര ചിന്ത മാത്രമേ ഉള്ളൂ ആശ്രയം, അങ്ങനെ വിചാരിച്ച് ഒരു സന്യാസ ആശ്രമത്തിലേക്ക് പോകുവാനായിട്ട് ഒരുവന് സാധിക്കുകയില്ല. ഒരാൾ ഒരിക്കലും സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യനായി തീരുന്നില്ല. ഇങ്ങനെയുള്ള ചഞ്ചലചിത്തരായ മനുഷ്യര് ഒരിക്കലും സന്യാസ ആശ്രമത്തിലേക്ക് പോകുവാനായിട്ട് യോഗ്യനായി തീരുന്നില്ല. എന്തെന്നാൽ സമചിത്തതയോടെ ദൃഢവും ബലിഷ്ഠവുമായ അടിത്തറയിലാണ് സന്യാസം നിലകൊള്ളുന്നത്. അവൻ എല്ലാത്തിനെയും സമഭാവനയോടുകൂടി കാണാൻ കഴിയുന്നവനായിരിക്കണം. സമചിത്തതയുടെ ബലിഷ്ഠവും ശുദ്ധവുമായ അടിത്തറയാണ് ഒരു സന്യാസിക്ക് വേണ്ടത്. ചഞ്ചലചിത്തനായ ഒരു ശിഷ്യനിൽ അധ്യാപനത്തിലൂടെയോ സാധനാ അനുഷ്ഠാനങ്ങളിലൂടെയും ഈ സമചിത്തത ഉണ്ടാക്കിയെടുക്കുവാനും ഉറപ്പിക്കാനുമാണ് ആചാര്യൻ അല്ലെങ്കിൽ ഗുരു ശ്രമിക്കുന്നത്. ഇങ്ങനെ ശോകവും മോഹവും ഇല്ലാത്ത ഒരു ഏകത്വ ദൃക്കാക്കി ശിഷ്യനെ ഉയർത്തുന്നവന്റെ ഗുരുവാണ്. അപ്പൊ സാധനാ ചതുഷ്ടയ സമ്പന്നമായി സന്യാസാശ്രമം നയിക്കുവാൻ ശിഷ്യൻ അർഹനും യോഗ്യനുമാണെന്ന് ഗുരുവിന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അതുവരെ വിദ്യാഗുരുവായിരുന്ന ഗുരു ദീക്ഷാഗുരുവായി ശിഷ്യന് സന്യാസ ദീക്ഷ നൽകും. അത്രയും നാളും ഗുരു ശിഷ്യന് വിദ്യയാണ് പറഞ്ഞു കൊടുത്തിരുന്ന ആ വിദ്യാഗുരു പിന്നീട് ദീക്ഷാഗുരുവായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് സന്യാസ ആശ്രമത്തിലേക്ക് കടക്കുവാനുള്ള നേരായ മാർഗം എന്ന് പറയുന്നത്. അല്ലാതെ താൻ സന്യാസത്തിന് പാകമായിട്ടുണ്ട്, അല്ലെ തനിക്ക് അതിന് യോഗ്യത ഉള്ളതാണ് എന്ന് സ്വയം നിശ്ചയിച്ചുകൊണ്ട് ആചാര്യന്റെ അനുഗ്രഹമില്ലാതെ അല്ലെ ആചാര്യന്റെ അനുവാദമില്ലാതെ ഒരുവന് സന്യാസ ആശ്രമത്തിലേക്ക് അക്ഷമനായിട്ട് പ്രവേശിക്കാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെയുള്ളവൻ സന്യാസ ആശ്രമത്തെ നിന്ദിക്കുന്നതിന് തുല്യരായിത്തീരും. അതുപോലെ തന്നെ വൈരാഗ്യം, മനോവ്യക്തത, വിവേകം ഇവയില്ലാത്ത പുരുഷൻ മുള നഷ്ടപ്പെട്ടു പോയ വിത്തെന്ന പോലെ സന്യാസത്തിന് അർഹനായിരിക്കുന്നതല്ല. അതായത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹം, ജീവാത്മാവ്, പരമാത്മാവ് എന്നിവയുടെ ഒരുമയിൽ നിന്നുണ്ടാവുന്നതാണ്. ഈ മൂന്ന് വസ്തുക്കളാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതിനെ ത്രൈതം എന്നാണ് അറിയപ്പെടുന്നത്. ത്രൈതം എന്ന് പറയുന്നത്. ഇവിടെ ദേഹം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെയും വിഷയവാസന സങ്കല്പങ്ങളുടെ കേന്ദ്രമായ മനസ്സിന്റെയും ആവാസ കേന്ദ്രമാണ് നമ്മുടെ ദേഹം എന്ന് പറയുന്നത്. ഈ ദേഹം കുടികൊള്ളുന്നത് ജീവാത്മാവിലാണ്. ജീവാത്മാവാകട്ടെ പരമാത്മാവുമായി തിരയും കടലും എന്ന പോലെ കലർന്നിരിക്കുകയാണ്. അങ്ങനെ ത്രൈതിയായിരിക്കുന്ന മനുഷ്യന്റെ ദേഹത്തിലൂടെയാണ് ഈ ലോകത്തില് ജീവിത വ്യവഹാരം നടത്തുന്നത്. അതുകൊണ്ട് ഇഹലോക ജീവിതത്തില് ദേഹത്തിന് പ്രാധാന്യം കൂടി വരികയും ജീവാത്മാവ് പരമാത്മാവിന് അത് വേണ്ടത്ര വെളിച്ചത്തേക്ക് വരികയില്ല, അത് മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥയിൽ നിൽക്കുന്നവന് യഥാർത്ഥ വസ്തുബോധം ഉണ്ടാകുന്നതിനുള്ള നിത്യാനിത്യ വിവേകത്തിലേക്കോ ശമധമാധിഷ്ക സമ്പത്തിലേക്കോ ഉയർന്നു വരുവാൻ സാധിക്കുകയില്ല.
അപ്പൊ ദേഹത്തിന് പെട്ടെന്ന് വളരെ വേഗം തന്നെ വൈരാഗ്യ ബുദ്ധിയിലേക്കോ അല്ലെങ്കിൽ വിരക്തി നേടുവാനൊക്കെ സാധിക്കില്ല. ഇപ്രകാരം ലൗകിക വിരക്തി, വൈരാഗ്യവും മനസ്സടക്കവും ത്രൈതബോധവും കൂടാതെ സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് സന്യാസ ജീവിതം ദുഷ്കരമായിരിക്കും. അതായത് നമുക്ക് ഈ പറയുന്ന മനസ്സടക്കവും ത്രൈതബോധവും ഇതൊക്കെ ഇല്ലാത്ത ഒരുവന് സന്യാസ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് വളരെ ദുഷ്കരമായിരിക്കും. സന്യാസ ജീവിതത്തിൽ ചെന്നാൽ അവന്റെ ജീവിതം അവിടെ മഹത്തരമായിട്ട് നമുക്ക് ആ ജീവിതം ജീവിച്ചു തീർക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഉദാഹരണമായി അതിശൈത്യമുള്ള നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നമ്മൾ അഗ്നിയിലേക്കോ അല്ലെങ്കിൽ ഉഷ്ണത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് വെള്ളച്ചാട്ടത്തിലേക്കോ നമ്മൾ എടുത്തു ചാടാറുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ അർഹതയില്ലാത്ത സാഹചര്യങ്ങൾ അല്ലെ സാഹചര്യം ഉള്ളവര്, അർഹതയില്ലാത്തവര് അതിലേക്ക് കടന്നു ചെന്നാല് നമുക്ക് അതിൽ വേണ്ടത്ര രീതിയിൽ പ്രശോഭിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഒരു ചെറിയൊരു വിത്ത്, ആ വിത്ത് എന്ന് പറയുന്നത് ചെടിയുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുവാനുള്ള അതാണ് അതിന്റെ വിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചെറിയ വിത്തിന്റെ, നമുക്കറിയാം പയർ വിത്തുകളൊക്കെ മുളച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു വിത്താലും നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനൊരു ചെറിയ പൊടിപ്പ് ഇങ്ങനെ വരാറുണ്ട്. ആ പൊടിപ്പ് അങ്ങോട്ട് അടർന്നു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ അതിനവിടെ ജീവിക്കുവാനായിട്ട് അല്ലെ അതിന്റെ വളർച്ച പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് പിന്നെ മണ്ണിനോട് അലിഞ്ഞു ചേരുകയും ചെയ്യുന്നുള്ളൂ. അതിനൊരു പുതിയ വൃക്ഷമായിട്ട് അല്ല വളർന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പുരുഷന് അവന്റെ വൈരാഗ്യം, മനോഭക്തത, വിവേകം ഇവയില്ലാത്ത പുരുഷൻ മുള നഷ്ടപ്പെട്ടു പോയ ഒരു വിത്ത് എന്ന പോലെ, ഇവയൊന്നും വിവേകമൊന്നും ഇല്ലാത്ത ഒരു പുരുഷന് മുള നഷ്ടപ്പെട്ട് പോയ ഒരു വിത്ത് എന്ന പോലെ സന്യാസത്തിന് അവൻ യോഗ്യനാവുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത മന്ത്രത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ സന്യാസി എന്ന് പറയുന്നത് നമുക്ക് യതി എന്ന് വേണമെങ്കിൽ പറയാം. യതി എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവൻ എന്നാണ് യതി എന്ന വാക്കിനർത്ഥം. അപ്പൊ ഒരു യതി അല്ലെങ്കിൽ അഥവാ ഒരു സന്യാസിക്ക് സ്വന്തം മിത്രങ്ങളോടും കുടുംബത്തോടും പരിധിയിൽ കവിഞ്ഞ സ്നേഹം പാടില്ല. സമസ്ത ജീവികളിലുമുള്ള സ്നേഹം യാതൊന്നാണോ അതാണ് ഇവിടെയും പ്രശംസനീയമായിട്ടുള്ളത്. അപ്പം ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവൻ, അതായത് യതി അല്ലെങ്കിൽ സന്യാസി എന്ന് പറയുന്ന ആൾക്ക് ഇന്ദ്രിയങ്ങളെ ഇച്ഛ കൊണ്ട് അടക്കുന്ന യതികളെ യാതൊരുവിധ രാഗങ്ങളും സ്പർശിക്കുകയില്ല. ഇന്ദ്രിയങ്ങളെ ഇച്ഛ കൊണ്ട് അടക്കുന്നവരാണ് യതികൾ. അപ്പൊ അവർക്ക് യാതൊരു വിധത്തിലുള്ള രാഗങ്ങളും അവരെ സ്പർശിക്കുകയില്ല. അപ്പൊ അവർക്ക് ഈ ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളും ഒരു പ്രത്യേക മമത, ഒന്നിനോടൊന്ന് പ്രത്യേക മമത അവർക്ക് തോന്നാറില്ല. അപ്പൊ അവർക്ക് എല്ലാ സമസ്ത ജീവജാലങ്ങളും ഒന്നായിട്ടാണ് അവർ കാണുന്നത്. എല്ലാം ഒന്നാണെന്നുള്ള ഭാവത്തിലാണ് അവർ ദർശിക്കുന്നത്. ഇങ്ങനെ പ്രിയങ്ങളും അപ്രിയങ്ങളും ഇല്ലാത്ത വീതരാഗിയായ യതി സർവബന്ധനങ്ങളിൽ നിന്നും മുക്തനാണ്. ഇങ്ങനെയുള്ള സന്യാസിമാർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന ഒരു പ്രത്യേക പ്രസ്ഥാനത്തിനോടോ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള മനുഷ്യരോടോ അല്ലെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളോട് അങ്ങനെ ഒരാളോടൊരു പ്രത്യേക ഇഷ്ടമോ ഇഷ്ടക്കേടുകളോ ഒന്നുമില്ല. ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളോടും സമസ്ത ജീവജാലങ്ങളോടും ഒരേ രീതിയിലാണ് ഈ യതിവര്യൻ അല്ലെങ്കിൽ സന്യാസിക്കുണ്ടാവുന്ന ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം. ഈ സമസ്ത ജീവജാലങ്ങളോടും യതിക്കുള്ള സ്നേഹത്തിന് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവുകയില്ല. ഒരു പാലിൽ നമ്മളിപ്പോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ പാലിൽ നിന്ന് പാലോ വെള്ളമോ നമുക്ക് പിന്നീട് വേർതിരിച്ചെടുക്കാൻ സാധിക്കുമോ? അതേസമയം എണ്ണയിൽ വെള്ളം ചേർക്കുവാണെങ്കിൽ നമുക്ക് അതിനെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. പല പ്രക്രിയകളോട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പാലിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാലോ ഇതിൽ പാലേത് വെള്ളം ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ആവുന്നില്ല. എന്നതുപോലെ ഈ അങ്ങനെ ഒരു യതികൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ ഈ പാലിൽ വെള്ളം ചേർത്ത പോലെ അവസ്ഥയാണ്. അവർക്ക് എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരാളെ അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ യതി അല്ലെന്നാണ് അതിനർത്ഥമാക്കുന്നത്. അപ്പൊ സന്യാസിമാർക്ക് ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും സമസ്ത ജീവജാലങ്ങളോടും ഒരേ മനോഭാവത്തിലാണ് അവർ കാണുന്നതും പ്രവർത്തിക്കുന്നതും ഇടപെടുന്നതും എല്ലാം. അങ്ങനെ ആരെങ്കിലും അല്ലായിട്ടുണ്ടെങ്കിൽ അവർ ഒരു സന്യാസി അല്ല എന്നാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്.
അപ്പോൾ അങ്ങനെ ചിത്തശുദ്ധി വന്ന യതി ഒന്നിനെ മാത്രം സ്നേഹിക്കരുത്. ഈ ലോകത്തുള്ള സർവ്വ പ്രാണികളുടെയും പരിവ്രാജകനായ യതിയുടെ സഹോദരങ്ങളാണ്. അപ്പൊ യതിക്ക് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒന്നായിട്ടേ കാണാൻ സാധിക്കുള്ളൂ, അല്ല ഒന്നിനെയും വേർതിരിച്ച് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സ്വാധ്യായം, തപസ്, ഈശ്വര പ്രണിധാനം, സന്തോഷം, നിത്യ അനിത്യ വസ്തു വിവേകം, ശമം, ദമം, ഉപരതി, സമാധാനം, ശ്രദ്ധ, മുമുക്ഷുത്വം, ഇവയൊക്കെയാണ് ഒരു യതിയുടെ മുഖ്യധർമ്മം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള യതി ആയിട്ടുള്ളവർക്ക് അവർക്ക് ഒന്നിനെയും വേർതിരിച്ച് കാണുവാനായിട്ട് പറ്റില്ല. എല്ലാത്തിനെയും ഒരുപോലെ മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ബന്ധനത്തിന് കാരണമായി തീരുന്ന സർവ്വതിനെയും പരിത്യജിക്കുകയാണ് യതിയുടെ സ്വഭാവം. നമ്മൾക്ക് എങ്ങനെയാ ബന്ധം ഉണ്ടാവുന്നത്, നമുക്ക് എങ്ങനെയാ നമ്മളുടെ റിലേഷൻഷിപ്പ്, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ പുത്രൻ, പുത്രി, പിതാവ്, പുത്രൻ, പുത്രി, അല്ലെങ്കിൽ മാതാവ്, മകൻ, അങ്ങനെ നമ്മൾ പല തരത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കും. ഇതെല്ലാം നമ്മൾ ബന്ധങ്ങളാ പറയുന്നത് അല്ലെ. ഒരാളുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ അയാളുടെ മകൻ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് വരുന്ന അടുത്ത തലമുറയാണ് നമ്മൾ പുത്രൻ അല്ല പുത്രി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾക്ക് അവിടെ ഒരു ബന്ധമാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഈ സന്യാസിമാർക്ക് അല്ലെ യതിവര്യന്മാർക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. അവർക്ക് എല്ലാവരും യതിയുടെ സഹോദരങ്ങളാണ്, എല്ലാവരും ആത്മസഹോദരരാണ്. മഹാഗുരു നമ്മളെ ജീവകാരുണ്യ പഞ്ചകത്തിൽ പറഞ്ഞു തരുന്നതല്ലേ, എല്ലാവരും ആത്മസഹോദരരാണ്. ഈ ലോകത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും, അതിൽ മനുഷ്യനോ പക്ഷി, ഭൂത, അങ്ങനെ ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാം ഒന്നാണ്. എല്ലാ ജീവനുള്ള എല്ലാം ആത്മസഹോദരങ്ങളാണെന്നാണ് ഗുരു നമുക്ക് പറയുന്നത്. അപ്പൊ ഈ സന്യാസിമാരുടെ ജീവിതവും അങ്ങനെയായി തീരണം എന്നാണ് പറയുന്നത്. അവര് ബന്ധത്തിൽ നിന്ന് അല്ല ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തി നേടി വന്നിട്ടുള്ളവരാണ് സന്യാസ ആശ്രമത്തിലേക്ക് കടന്നിട്ടുള്ളവര്. അവര് ഈ എല്ലാത്തിൽ നിന്നും വിമുക്തി നേടി വന്ന അവർക്ക് എല്ലാവരെയും ആത്മസഹോദരങ്ങളായിട്ട് അല്ലെ സഹോദരങ്ങളായിട്ട് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തില് സന്യാസിമാരായി തീരേണ്ടത്. അങ്ങനെ സന്യാസിമാർ അങ്ങനെ ആവണം എന്നാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇങ്ങനെ സേവ ചെയ്യുന്ന ഗുരു ഈ സന്യാസിമാര് കാരുണ്യമൂർത്തികളായിരിക്കണം. അവർ സമൂഹത്തിന് വേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന കർമ്മങ്ങൾ, സമൂഹത്തെ എങ്ങനെ നന്മയുടെ ലോകത്തിലേക്ക് നയിക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള കർമ്മങ്ങളായിരിക്കണം യതിവര്യന്മാർ ചെയ്യേണ്ടത്. ലോകസേവ ചെയ്യുന്ന യതിയുടെ സ്നേഹം ഒന്നിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി പോകാനായിട്ട് സാധിക്കരുത്. അങ്ങനെ ആവാൻ പാടില്ല. സർവ്വത്തിലേക്കും പ്രവഹിക്കുന്നതായിരിക്കണം. ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്കോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാവരുത് യതിവര്യന്മാരുടെ സേവന മേഖല അല്ലെ കർമ്മ മേഖല എന്ന് പറയുന്നത്. അത് സർവ്വത്തിലേക്കും പ്രവഹിക്കുന്നതായിരിക്കണം. അവരുടെ ആ സ്നേഹപൂർണമായ ആ കാരുണ്യപൂർവമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അല്ലെ സർവ്വതിനും നന്മയുണ്ടാവുന്ന രീതിയിലായിരിക്കണം. എല്ലാത്തിനെയും ഒന്നായി കാണുവാനായിട്ട്, എല്ലാത്തിനും ഒരേ ഭാവത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്ന കരുണാമൂർത്തികളായിട്ടാണ് യതിവര്യന്മാർ ആയിത്തീരണം എന്നാണ് മഹാഗുരു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയുള്ളവരാണ് സന്യാസ ജീവിതത്തിലേക്ക് വരേണ്ടത്, സന്യാസ ആശ്രമത്തിലേക്ക് കടക്കേണ്ടവരെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത മന്ത്രത്തിൽ പറയുന്നത്, പുരുഷൻ ആദ്യമായി ഗുരുവിന്റെ ആജ്ഞപ്രകാരം ശിരസ് മുണ്ഡനം ചെയ്ത് ഹോമാദികൾ കൊണ്ട് ശുദ്ധനും ശ്രേഷ്ഠനുമായി ഗുരുസന്നിധിയിലെത്തണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ കഴിഞ്ഞ മന്ത്രങ്ങളിലൊക്കെ പറഞ്ഞ് ആ ഗുണങ്ങൾ അല്ലെ അതിന് അനുരൂപരായിട്ടുള്ള ആളുകള് സന്യാസ ആശ്രമത്തിലേക്ക് ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ നിന്ന് ദീക്ഷ സ്വീകരിക്കുവാനായിട്ട് ചെല്ലുന്ന അവസരത്തിൽ അവർ ചെയ്യേണ്ടത്, സന്യാസി യോഗയ്ക്ക് ദീക്ഷനായ ഒരു പുരുഷൻ ചെല്ലുമ്പോൾ ആദ്യമായി ഗുരുവിന്റെ ആജ്ഞപ്രകാരം ശിരസ് മുണ്ഡനം ചെയ്ത് ഹോമാദികൾ കൊണ്ട് ശുദ്ധനും ശ്രേഷ്ഠനുമായി ഗുരുസന്നിധിയിലെത്തണം. എന്നിട്ട് ഗുരുവിനെ പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാംഗം പ്രണമിച്ച് കാഷായ വേഷവും കമണ്ഡലവും ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം. അപ്പം അടുത്ത ഘട്ടം എങ്ങനെയാണ് സന്യാസ ആശ്രമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉള്ള അടുത്ത കർമ്മങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. ഇവിടെ സന്യാസ ദീക്ഷയ്ക്ക് അർഹതയുള്ള ദീക്ഷാ സ്വീകരണം സംബന്ധിച്ച കർമ്മങ്ങളെ കുറിച്ചാണ് ഗുരു പറയുന്നത്.
ആദ്യമായി ദീക്ഷാഗുരുവിൽ നിന്ന് അതിനുള്ള അനുവാദം വാങ്ങണം. തന്നെ ഗുരു ശിഷ്യനായിട്ട് അല്ലെങ്കിൽ തനിക്ക് ദീക്ഷ നൽകാൻ ഗുരു തനിക്കുള്ള ഒരു അനുവാദം ഗുരുവിൽ നിന്ന് വാങ്ങിക്കണം. അങ്ങനെ അനുവാദം കിട്ടിക്കഴിഞ്ഞാല് ഇത്രയും കാലം നമ്മുടെ ജീവിതത്തില് പ്രതിനിധാനം ചെയ്തിരുന്ന പേരും ഈ ലോകത്തിൽ ഞാൻ എന്ന വ്യക്തിഭാവത്തിന്റെ അടയാളവും രൂപമായിരുന്ന ദേഹാദി ലക്ഷണങ്ങളെല്ലാം ലൗകിക ജീവിതത്തിൽ വഹിച്ചുകൊണ്ടിരുന്ന സ്ഥാനമാനങ്ങളും കുലവും നാടും പ്രായവും ഉപേക്ഷിക്കണം. അതായത് നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിനിധാനം ചെയ്തിരുന്നു. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ ലോകത്തിന് മുന്നിൽ നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഈ ശരീരം എന്ന് പറയുന്നതിൽ നമുക്കൊരു സംജ്ഞാനാമം ഉണ്ടല്ലേ. ഇപ്പൊ ഞാൻ സ്മിത എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ എന്റെ രൂപമാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ ഈ രൂപം കണ്ടാലും ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്റെ പേര് സ്മിത അല്ലെങ്കിൽ സ്മിത പ്രശാന്ത് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി തന്നെയാണെന്നുള്ളതിനുള്ള തെളിവാണത്. അപ്പൊ നമ്മൾ എന്താ പറയുക, നമ്മൾക്കൊരു അഡ്രസ് ഉണ്ട്. നമ്മളുടെ വീട്, നമ്മളുടെ നാട്, നമ്മുടെ രാജ്യമൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു അഡ്രസ് ഉണ്ട്. ഇതെല്ലാം ഈ ഞാൻ എന്ന വ്യക്തിയെ അല്ലെ ഈ വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന നമ്മളെ തിരിച്ചറിയുന്നതിനുള്ള മാർഗങ്ങളാണ്. ഈ ലോകത്ത് വസിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഓരോ അടയാളങ്ങളുണ്ട്. അപ്പം ഈ സന്യാസ ആശ്രമത്തിലേക്ക് പോകുന്ന ആള് നമ്മളുടെ ഈ കാലയളവിൽ നമ്മൾ വഹിച്ചിരുന്ന, ഇപ്പം നമുക്ക് ജോലിയുള്ളവരാണെങ്കിൽ നമുക്ക് ജോലി, അതിന്റെ സ്ഥാനമാനങ്ങള്, നമ്മുടെ ആ ഒരു എന്താ പറയാ വേഷഭൂഷാദികള്, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ സന്യാസ ആശ്രമത്തിലേക്ക് ചെല്ലുന്നത്. അപ്പൊ നമുക്കുണ്ടായിരുന്ന പേര്, നമ്മുടെ സ്ഥാനമാനങ്ങള്, നമ്മളുടെ കുലം ഏതാണ്, നമ്മുടെ നാട്, നമ്മുടെ പ്രായം, ഇവയെല്ലാം, നമ്മുടെ ദേഹാദി ലക്ഷണങ്ങൾ, ഇവയെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ഇങ്ങനെ സംസാര ജീവിതത്തിന്റെയും താപത്രയത്തിന്റെയും അവശേഷിപ്പുകളെല്ലാം നീക്കം ചെയ്തതിന്റെ പ്രതീകമായിട്ടാണ് തലമുണ്ടനം ചെയ്യുക. അപ്പൊ സന്യാസിമാരെല്ലാവരും ഈ തലമുണ്ടനം ചെയ്ത് നമ്മളുടെ ബാക്കി ഉള്ള അവശേഷിപ്പുകൾ എല്ലാത്തിനെയും മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് തലമുണ്ടനം ചെയ്യുന്നത്. ഇത് ഗുരുവിന്റെ കൽപ്പന പ്രകാരമായിരിക്കണം ഇങ്ങനെ തലമുണ്ടനം ചെയ്യേണ്ടത്. ഒരു സ്വയം നവീകരണത്തിനും ഒരു അവതരിക്കലിനുമുള്ള ദേഹയജ്ഞമായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാം. നമ്മളൊരു അവലോകനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സ്വയം നവീകരിക്കുകയാണ്, പുനരവതരിക്കുകയാണ്, നമ്മൾ വേറെ ഒരു ആശ്രമധർമ്മത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അങ്ങനെ കടക്കുന്ന അവസരത്തിൽ അതിനുള്ള ഒരു ദേഹയജ്ഞമായിട്ട് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എന്തെന്നാൽ ഇതിലൂടെ നമ്മുടെ മനസ്സും ശരീരവും ലൗകിക നിലയിൽ നിന്നും ശുദ്ധവും മുക്തവുമാക്കപ്പെടുകയാണ്. നമ്മൾ ഇത്രയും നാൾ വഹിച്ചുകൊണ്ടുവരുന്ന നമ്മുടെ ദേഹത്തിൽ നമ്മൾ വഹിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, അതിനെല്ലാം മാറ്റി നമ്മൾ ലൗകിക നിലയിൽ നിന്ന് നമ്മൾ ശുദ്ധവും മുക്തവുമാക്കപ്പെടുകയാണ് ഈ ഇതിലേക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ തലമുണ്ടനം ചെയ്ത് ഇനി വേണ്ടത് പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും വിഷയമായി തീരുന്നതിനെല്ലാം ഹോമാഗ്നിയിൽ അന്നമായി സങ്കല്പിച്ച് ദഹിപ്പിക്കുക എന്നതാണ്. അപ്പൊ നമ്മുടെ വാസനകളും മാനാപമാനങ്ങളും രാഗവിദ്വേഷങ്ങളും ജ്ഞാനന്ദ ഭാവവും എല്ലാം സമിത്തുക്കൾ എന്ന പോലെ നമ്മൾ എന്താണ് ഹോമാഗ്നിയിൽ നമ്മൾ സമിത്തുക്കളെ സമർപ്പിക്കാറുണ്ട്. അപ്പം ആ സമിത്തുക്കൾ എന്ന പോലെ നമ്മളുടെ വാസനകളെ, നമ്മുടെ മാനാപമാനങ്ങളെയും രാഗദ്വേഷങ്ങളെയും ഞാൻ എന്ന ഭാവത്തെയും ഒക്കെ നമ്മൾ സമിത്തുക്കൾ എന്ന പോലെ അഗ്നിയിൽ ഹോമിക്കപ്പെടുകയാണ്. അപ്പൊ സമമാനസന് സമബുദ്ധിയുമായി സർവദാ സന്യാസ ദീക്ഷയ്ക്ക് യോഗ്യനായി തീരുകയാണ്. അപ്പൊ തലമുണ്ടനം ചെയ്തു കഴിഞ്ഞാൽ ജ്ഞാനന്ദ ഭാവത്തെയൊക്കെ അത് ആ ഹോമാഗ്നിയിൽ അന്യമായിട്ട് നമ്മൾ സമിത്തുക്കളായിട്ട് നമ്മൾ അഗ്നിയിൽ സമർപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ സർവദാ സന്യാസ ദീക്ഷയ്ക്ക് യോഗ്യനായി തീരുകയാണ്. ഇപ്പോൾ സർവബന്ധങ്ങളിൽ നിന്ന് മുക്തനും സർവസ്വതന്ത്രനുമായി കഴിഞ്ഞു. ഇത്രയും നടത്തിയതിനു ശേഷം നമ്മളെ വളരെ പ്രസാദചിത്തനായിരിക്കുന്ന ഗുരുവിനെ ബ്രഹ്മാവായും വിഷ്ണുവായും മഹേശ്വരനായും സങ്കല്പിച്ച് പ്രദക്ഷിണം ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട്, ഗുരുസന്നിധിയിലെത്തി ഗുരുവിനെ പ്രദക്ഷിണം ചെയ്തിട്ട് സാഷ്ടാംഗം പ്രണമിക്കുക. അപ്പൊ ബ്രഹ്മാവായും വിഷ്ണുവായും മഹേശ്വരനുമായും ആ ഒരു സങ്കല്പത്തിന് നമ്മൾ ഗുരുവിനെ പ്രദക്ഷിണം ചെയ്ത് നമ്മൾ ദണ്ഡ നമസ്കാരം ചെയ്യണം. അപ്പം അനന്തരം ഈ ശിഷ്യനിൽ സംതൃപ്തനാകുന്ന ഗുരു സന്യാസ ദീക്ഷയും സന്യാസനാമവും ഒരു ജലപാത്രവും നൽകി ശിഷ്യനെ അനുഗ്രഹിച്ച് സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ സന്യാസി ആകുന്ന അതിൽ ആദ്യത്തെ ആ ഒരു കാര്യമാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആ ഒരു പഴയ പൂർവാശ്രമത്തിൽ നിന്നുള്ള എല്ലാത്തിൽ നിന്നും മുക്തി നേടി നമ്മൾ പുതിയൊരു ഇതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പുതിയ നാമവും സ്വീകരിച്ചു, പുതിയ ജലപാത്രവും സ്വീകരിച്ചു, സന്യാസ ദീക്ഷയും സ്വീകരിച്ച് നമ്മൾ ആ സന്യാസ ആശ്രമത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ജപം, ധ്യാനം, ഉപവാസം, ശൗചം, പ്രാണായാമം ഇവകൾ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവൻ നിത്യവും ഗുരു ഉപദേശിച്ച മാർഗത്തിലൂടെ അനുഷ്ഠിക്കണം. അപ്പൊ നമ്മൾ ഈ ഈശ്വര സൃഷ്ടിയായ ഈ ലോകത്തില് ഒരു ഈ ലോകം എന്ന് പറയുന്നത് ഒരു മായിക ലോകമാണ്. ഈ മായാലോകത്തില് ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നാണ് നമുക്ക് ഈ മായകളൊക്കെ ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുന്ന ഈ ലോകത്തില് ഗുരു ഉപദേശിച്ചു തന്ന മാർഗങ്ങളിലൂടെ നമ്മൾ ജപവും ധ്യാനവും ഉപവാസവും പ്രാണായാമവും ഒക്കെ അനുഷ്ഠിച്ച് ഗുരു ഉപദേശിച്ചു തന്ന ആ മാർഗത്തിലൂടെ സന്യാസി മുന്നോട്ട് പോകണം. സന്യാസം നമ്മൾ പറഞ്ഞു, സന്യാസ ആശ്രമത്തിൽ നമ്മൾക്ക് ഒന്നിനെയും ഒന്നിനോട് പ്രത്യേക മമത വെച്ച് പുലർത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിലുള്ള സമസ്ത ജീവികളോടും സമസ്ത എല്ലാത്തിനോടും ഒരേ ഭാവത്തിലോട് കരുണയുടെ മൂർത്തിഭാവമായിട്ട് ലോകത്തിന് നന്മ അരുളുന്നവരായിട്ട് ചീത്ത ബന്ധങ്ങളിലേക്ക് പോകുന്നവരെ നേർവഴിക്ക് നയിക്കുന്നവരായിട്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായിട്ട് വേണം സന്യാസികൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ലോകത്തിന് മാതൃകയായിട്ടായിരിക്കണം അവർ മറ്റുള്ളവർക്കിടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗുരു അനുഷ്ഠിച്ചു തന്നത്, തന്റെ ഗുരു എന്താണോ തനിക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളത് ആ മാർഗങ്ങളിലൂടെ ജപം, ധ്യാനം, അങ്ങനെയുള്ള പ്രാണായാമം, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ തന്റെ ജീവിതം സന്യാസി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ സന്യാസിയായി പുതിയൊരു ആശ്രമധർമ്മത്തിലേക്ക് നമ്മൾ കടന്ന് അതിനുശേഷം ഗുരു പറഞ്ഞു കൊടുത്തല്ല, ഗുരു ഉപദേശിച്ചു കൊടുത്ത രീതിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇനി പറയുന്നു, പ്രാണനിൽ നിന്ന് വേർപെട്ട യതിയുടെ ദേഹം ഒരു കാലത്തും ദഹിപ്പിച്ചുകൂടാ. അരയാൽ, കൂവളം, തേന്മാവ് ഇവയിൽ ഇഷ്ടമായതൊന്നിനെ നട്ടുപിടിപ്പിക്കണം. യതിക്കും മരണസംബന്ധമായി ശൗചാദി കർമ്മങ്ങളൊന്നും ആരും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പൊ നമുക്കറിയാം, സാധാരണ ഒരു മനുഷ്യൻ ആണെങ്കിൽ ആ മനുഷ്യന്റെ മരണാനന്തര കർമ്മങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ 9ാമത്തെ സർഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഒരു യതിവര്യന് തന്റെ ജീവിതം അവസാനിക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ സമാധിയിലേക്ക് പോകുന്ന ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, സർവസംഘ പരിത്യാഗിയും സർവബന്ധ വിമുക്തനുമാണ്. വിമുക്തി നേടിയുള്ളതാണ് സന്യാസ ആശ്രമത്തിലേക്ക് വരുന്നത്. അങ്ങനെ സർവസംഘ പരിത്യാഗിയായ ആ സന്യാസി ഉപേക്ഷിക്കേണ്ടവയൊക്കെയും ഉപേക്ഷിച്ച് സന്യാസിക്ക് ഇനി ഉപേക്ഷിക്കേണ്ടതായിട്ട് യാതൊന്നും അവശേഷിക്കുന്നില്ല. തന്റെ ഈ ലൗകിക ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളിൽ നിന്ന് വിമുക്തി നേടിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ചാണ് വന്നിരിക്കുന്നത്. അവിടെ ഇനി സന്യാസിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. അതുപോലെ കർത്താവ്, കർമ്മം, ക്രിയ അഥവാ ത്രിപുടികളെയും മറികടന്നവനാണ് സന്യാസി. അപ്പൊ സന്യാസി എന്ന് പറയുന്നത് ത്രിപുടികളെയും മറികടന്നവനാണ്. അതുകൊണ്ട് ദേഹം എന്നത് സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ നിലനിർത്തുവാനുള്ള ഒരു കൂട് മാത്രമാണ്. എന്നാൽ തന്റെ പ്രാണൻ നിലനിർത്തുവാനുള്ള ഒരു കൂട് മാത്രമാണ് തന്റെ ശരീരം എന്ന് പറയുന്നത്. അല്ലാതെ ഫലഭോഗത്തിനോ കർമ്മലാഭത്തിനോ ഉള്ളൊരു വസ്തുവല്ല. ഇങ്ങനെ ശുദ്ധിയും മുക്തിയും നിത്യതയെ പ്രാപിച്ചു കഴിഞ്ഞ ഒരു സന്യാസിയുടെ ദേഹം പ്രാണവിമുക്തമായാൽ അത് അഗ്നിയിൽ സമർപ്പിക്കരുത്. സാധാരണ നമ്മൾ അഗ്നിയിൽ സമർപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. സാധാരണ മനുഷ്യരുടെ അല്ലെങ്കിൽ മറ്റൊരു ആളുകളുടെതൊക്കെ നമ്മൾ അഗ്നിയിൽ സമർപ്പിക്കുവാനാണ് പറയുന്നത്. പക്ഷെ ഈ സന്യാസി എന്ന് പറയുന്നത് ത്രിപുടികളെയും മറികടന്നവനാണ് ഈ സന്യാസി. ഇങ്ങനെയുള്ള സന്യാസിയുടെ ദേഹം അഗ്നിക്ക് സമർപ്പിക്കുവാൻ പാടില്ല. അത് ഈ പ്രാണനെ വഹിക്കുവാനുള്ള ഒരു കൂട് മാത്രമാണ് ഈ സന്യാസിയുടെ ദേഹം എന്ന് പറയുന്നത്. അതിനാൽ അഗ്നി എന്ന് പറയുന്നത് ചേതനയെ അചേതനമാക്കുന്ന ഒരു ശക്തിയാണ്. ചേതനയെ അചേതനമാക്കുന്ന ശക്തിയാണ് അഗ്നി എന്ന് പറയുന്നത്. അതിനാൽ പ്രാണൻ പരമാത്മാവിൽ വിലയം ചെയ്തോടെ അവശേഷിക്കുന്ന സന്യാസിയുടെ ദേഹത്തെ അഗ്നിയിൽ ദഹിപ്പിക്കാതെ ഭൂമി ദേഹം എന്ന് പറയുന്നത് പ്രാണൻ വെടിഞ്ഞു കഴിഞ്ഞാൽ ആ ദേഹത്തെ എന്ത് ചെയ്യണം? ഭൂമി ദേവിക്ക് സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. സന്യാസിമാരുടെ ഒക്കെ തന്നെ ഭൂമി ദേവിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അതിപ്പം നമ്മൾ ഹിന്ദു മതത്തിൽ മാത്രമല്ല മറ്റു ഇതര മതസ്ഥരുമാണ്
കളൊക്കെ തയ്യാറാക്കി അതിൽ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ അത് ഭൂമിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഭൂമിയിൽ ഈ ഒരു എന്താ പറയാ മനുഷ്യരിൽ സർവ്വസുന്ദരനായി വിരാജിക്കപ്പെട്ടിട്ടുള്ള അങ്ങനെ വിരാജിച്ച് നടന്നിട്ടുള്ള ഒരു യതിയുടെ ശരീരം എന്ന് പറയുന്നത് ഈ ഭൂമി ദേവിക്ക് മാത്രം ജഗത് ജനനിയാണ് ഭൂമി. അപ്പോൾ അങ്ങനെയുള്ള സർവസംഘ പരിത്യാഗിയായി നടന്നിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ നടന്നിരുന്ന സർവബന്ധ വിമുക്തനായിട്ടുള്ള സന്യാസിയുടെ അദ്ദേഹം എന്ന് പറയുന്നത് ഭൂമി ദേവിക്ക് മാത്രം അവകാശപ്പെട്ട. അപ്പം ഇങ്ങനെ അടക്കം ചെയ്യുന്ന ഇതില് മണ്ണില് അല്ലെങ്കിൽ ഭസ്മം, കർപ്പൂരം, ഉപ്പ്, ചന്ദനം ഇവ കൊണ്ട് മൂടണം. നമുക്കറിയാം മഹാഗുരുവിന്റെ മഹാ നിർവാണ സമയത്തുമൊക്കെ നമ്മളെ മഹാസമാധിയുടെ സമയത്തൊക്കെ നമ്മളിത് കേട്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് മഹാസമാധിയിൽ അവിടെ ആ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ സന്യാസിമാരുടെ ജീവിതത്തില് ഈ അടക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ മണല്, ഭസ്മം, സുഗന്ധദ്രവ്യങ്ങള്, കർപ്പൂരം, ഉപ്പ്, ചന്ദനം ഇവയെ കൊണ്ട് ആ ഭൂമിയിൽ അത് എന്താ ക്രിമേഷൻ ചെയ്യാനുള്ള സ്ഥലം മൂടണമല്ല, അതുകൊണ്ട് മൂടപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൂവളമോ അങ്ങനെ പൂജിക്കപ്പെടുന്ന ഏതെങ്കിലും വൃക്ഷങ്ങള് അല്ല ഫലവൃക്ഷമോ തേന്മാവോ ഇവയിൽ എന്തെങ്കിലും ഒന്ന് നട്ടുപിടിപ്പിക്കണം. അത് ആ അന്തരീക്ഷത്തിനും ആ പരിസരത്തിനും ശുദ്ധവും ഹിതവുമായി തീരും. അപ്പം നമുക്ക് എന്താ പറയാ പൂജനീയമായ വൃക്ഷങ്ങളോ അല്ലെങ്കിൽ തേന്മാവോ ഫലവൃക്ഷമോ ഏതെങ്കിലും ഒരു വൃക്ഷലതാദികൾ അവിടെ വെച്ച് പിടിപ്പിക്കണം. മരണാര ജീവിതത്തിലെ കാരണമായിത്തീരുന്ന ബന്ധങ്ങൾക്കും താപങ്ങൾക്കും കാരണമായിത്തീരുന്ന ഈ സംസാര ജീവിതത്തെ പരിത്യജിച്ച് സർവഭൂതങ്ങളെയും ആത്മാവിൽ സർവഭൂതങ്ങളെയും ദർശിച്ച് മോക്ഷമടഞ്ഞ ഈ സന്യാസി ശ്രേഷ്ഠന്മാർ മരണത്തെ മറികടന്ന അമൃതന്മാരാണ്. അല്ല, ഇല്ലാത്ത ഒന്നിനെ അടഞ്ഞതായി സങ്കല്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ജലത്തെ ആകാശം കൊണ്ട് മറക്കുന്നത് പോലെ അർത്ഥശൂന്യമാണ്. അപ്പൊ അതുകൊണ്ട് സന്യാസിമാർക്ക് സമാധി ആയിക്കഴിഞ്ഞാൽ അല്ല അവരുടെ പ്രാണൻ വെടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്ന രീതിയിൽ അല്ല പറഞ്ഞിട്ടുള്ള രീതിയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ അല്ല സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് അവരുടെ ദേഹം ഭൂമിയിൽ അന്തരീക്ഷത്തിന് ശുദ്ധവും ഹിതവുമായി തീരും. അങ്ങനെ അവരുടെ ആത്മാവിന്റെ നാശമില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് വേറെ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടെന്നാണ് മഹാഗുരു നമുക്ക് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത മന്ത്രത്തിൽ പറയുന്നത് മഠം, ദേവാലയം, സത്രം, ഗുഹ, നദീതീരം, സമുദ്രതീരം, ബ്രഹ്മചാരി ആശ്രയിക്കാം. സ്വധർമ്മത്തിന് അപായം ഉണ്ടാകാം എന്ന കാരണത്താൽ അന്യഗ്രഹത്തിൽ താമസിക്കരുത്. അപ്പോൾ ഒരു സന്യാസിക്ക് എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് തനിക്ക് ആശ്രയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ഉത്തമ സന്യാസിയുടെ ലക്ഷണം എന്ന് പറയുന്നത് മനസ്സടക്കമാണ്. അപ്പൊ മനസ്സടങ്ങുമ്പോഴാണ് നമ്മുടെ ഹൃദയം തിളങ്ങുന്നത്. അങ്ങനെ ആ ഒരു ഹൃദയ തിളക്കത്തിൽ നിന്നാണ് സാധനാ ചതുഷ്ടയങ്ങളുടെ ബലിഷ്ഠത പരക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള ആ ഒരു മനസ്സടക്കത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ മനസ്സടക്കമുള്ള ഉത്തമനായ ഒരു സന്യാസിക്ക് നമുക്ക് യോഗ്യമായ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് സന്യാസി എപ്പോഴും താമസിക്കുന്നതിനായിട്ട് ആശ്രയിക്കേണ്ടത് എന്ന് പറയുന്നത് ദേവാലയമാവാം, മഠമാവാം, സത്രമാവാം, ഗൃഹം, ഒരു ബ്രഹ്മചാരിയുടെ ഗൃഹം, ഇതൊക്കെ ഇങ്ങനെയുള്ള സന്യാസിമാർക്ക് താമസിക്കുന്നതിനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ സ്വധർമ്മത്തിന് അപായം ഉണ്ടാകാം എന്ന കാരണത്താൽ അന്യഗൃഹങ്ങളിൽ താമസിക്കരുത്.
അപ്പം അന്യഗൃഹങ്ങളിൽ താമസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ സമചിത്തതയും സമഭാവനയും ഏകാഗ്രതയും ഭഞ്ചിക്കപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അന്യഗൃഹങ്ങളിൽ താമസിക്കും. അപ്പം അതിന് തനിക്ക് താമസിക്കാൻ അനുയോജ്യമായ ഇടങ്ങളിൽ മാത്രമാണ് സന്യാസിമാർ താമസിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ അതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടതെന്ന് മനസ്സിന് മാറ്റമുണ്ടാകുന്ന, അല്ലെങ്കിൽ സമചിത്തതയ്ക്ക് മാറ്റമുണ്ടാകുന്നതിന് ഹേതുവാകുന്ന എന്തെങ്കിലും കാരണമുള്ള സ്ഥലങ്ങളോ ഒന്നും സന്യാസിമാർ തന്റെ ആശ്രമ താമസിക്കുവാനായിട്ടോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ കാലം നിൽക്കുവാനൊന്നും പാടുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. എവിടെയാണ് സന്യാസിമാർ തനിക്ക് തങ്ങളുടെ കർമ്മകാണ്ഡങ്ങൾ അല്ലെങ്കിൽ തനിക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഒരു കാര്യം കൂടെ പറയുന്നത് എന്നാൽ തീരെ ഒഴിവാക്കാനാവാത്ത ഘട്ടത്തിൽ സന്യാസി ഗൃഹസ്ഥന്റെ ഭവനത്തിൽ 3 ദിവസം താമസിക്കാൻ സാധിക്കും. അപ്പം ഒരു സന്യാസി ആയി കുറിച്ച് പറഞ്ഞു. എന്നാലും ചില പ്രത്യേക ഘട്ടങ്ങളില് തീരെ ഒഴിവാക്കാനാവാത്ത ഘട്ടങ്ങളില് ഒരു 3 ദിവസം വേണമെങ്കിൽ ഗൃഹസ്ഥന്റെ ഭവനത്തിൽ താമസിക്കാം, അതിലുപരി താമസിച്ചുകൂടാ. അപ്പൊ നമ്മൾ പറഞ്ഞു സന്യാസ ആശ്രമം എന്ന് പറയുന്നത് നമ്മൾ സർവ്വബന്ധനത്തിൽ നിന്ന് വിമുക്തനായി വന്നിരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ ഇടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് എവിടെയെങ്കിലും താമസിക്കേണ്ടി വന്നാൽ അതിനും ഒരു ഇത് പറയുന്നുണ്ട്. ധർമ്മം എന്ന് പറയുന്നതിന് നമ്മുടെ കാലത്തിനും ദേശത്തിനും അനുസൃതമായി നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. എങ്കിൽ കൂടി ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഒഴിച്ചുകൂടാനാവാത്ത അവസരത്തില് ഒരു സന്യാസിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൃഹസ്ഥന്റെ ആശ്രമത്തിൽ 3 ദിവസം കഴിഞ്ഞുകൂടാവുന്നതാണ്. അതിൽ കൂടുതൽ അവിടെ താമസിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സന്യാസ ആശ്രമത്തെ ഇനി ുള്ളൂ. അപ്പൊ അടുത്തൊരു ക്ലാസ്സുകൊണ്ട് ഈ സന്യാസ എന്ന സംഭവം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മം അടുത്തൊരു ക്ലാസ് കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ശ്രീനാരായണ ഗുരു നമ്മൾക്ക് അരുളി ചെയ്തത് ശ്രീനാരായണ ധർമ്മത്തിലും സന്യാസം എന്ന് പറയുന്ന സർഗത്തിലെ ഏതാനും ഒരു 10-30 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ സന്യാസി എന്നാൽ ത്യാഗി, പരോപകാരാർത്ഥം പ്രവർത്തിക്കുന്നവൻ എന്നാണ് ഗുരു അതിന് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സന്യാസി എന്ന ആ ഒരു നിലയില് ത്യാഗി ഭാവമായിരുന്നു ദിവ്യശ്രീ ശ്രീനാരായണ തീർത്ഥസ്വാമികളുടെ 131ാമത് ജന്മദിനമാണിന്ന്. ഇന്ന് ഈ പുണ്യദിനത്തിൽ തന്നെ സന്യാസ ആശ്രമത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനും ഇത്രയും സമയം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാങ്കേതിക തടസ്സം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ഇത്രയും സമയം നിങ്ങളോടൊത്ത് സംവദിക്കുവാനായിട്ട് എനിക്ക് അവസരം കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്റെ വാക്കുകളെ ഭഗവാന്റെ തൃക്കാൽക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇത്രയും സമയം എന്റെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് എടുക്കുവാൻ അവസരം ഒരുക്കി തന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. നമസ്തേ. ഓം ശ്രീ നാരായണ പരമ ഗുരവേ നമഃ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അരുളി ചെയ്ത കർമ്മം എപ്രകാരമാണ് ഒരുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഉദാഹരണ സഹിതം നമുക്ക് വ്യക്തമാക്കി തന്ന ശ്രീമതി സ്മിതാ പ്രശാന്തിനോടുള്ള നന്ദി അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സന്യാസി എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്നും ഒരുവൻ എങ്ങനെയുള്ളവർക്കൊക്കെയാണ് സന്യാസം ആകാമെന്നും വളരെ കൃത്യമായിട്ട് ഒരു പറയുന്ന എല്ലാ കാര്യത്തിലും കൃത്യതയുണ്ട്. അത് എങ്ങനെ മനോഹരമാക്കി പറയാന്ന് നമുക്ക് ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും മനസ്സിലാക്കി കാണും. വളരെ ഉദാഹരണ സഹിതം
നന്നായി തന്നെയാണ് ക്ലാസ് എടുത്തത്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്തേ, ധർമ്മ. സമർപ്പണ പ്രാർത്ഥന ശ്രീമതി ബിന്ദു കുമരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം